ഇറാന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഉപാധികൾ തന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി തുടരുന്നത്. ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ഈ ചർച്ചയുടെ ഭാഗമായി വച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ആദ്യം നിശ്ചയിച്ചിരുന്ന ഒരു 15 നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഈ 2 നിർദ്ദേശങ്ങളിലെയും പല പ്രധാന പോയിന്റുകളും പരസ്പരം കോൺട്രഡിക്ടറിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇറാന്റെ 10 നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ അവകാശങ്ങൾ അതിന് അംഗീകാരം വേണം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ഇറാന്റെ ഒരു ആണവ അവകാശങ്ങളിൽ പെടുന്നുണ്ട്. ഇതിന് ഒരു ആഗോള അംഗീകാരം വേണം എന്നതാണ്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും സുപ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നാണ്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണമെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നതുമാണ്. എന്നാൽ ഈ ഒരു 2 പോയിന്റിലുമുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെയാണ് ഈ ചർച്ചകൾക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഈ US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങളൊന്നും ഈ ചർച്ചയെപ്പറ്റി നൽകുന്നില്ല. എന്നാലും അദ്ദേഹം പറയുന്നത് ഈ ചർച്ച അത് നിരാശാജനകമായിട്ടുള്ള ഒരു അവസാനത്തിലാണ് എത്തിച്ചേർന്നത്. ഇത് അമേരിക്കയേക്കാൾ കൂടുതൽ നിരാശാജനകമാകുന്നത് ഇറാനെ സംബന്ധിച്ചാണ്. ഞങ്ങളുടെ റെഡ് ലൈനുകൾ അത് ഇറാന് മുന്നിൽ വയ്ക്കുകയാണ് ചെയ്തത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുമെന്നും എന്തൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇറാനോട് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അവർക്ക് ഞങ്ങളുടെ ഉപാധികൾ അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നും JD വാൻസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്.